അത് കഴിഞ്ഞ് പിന്നെ 4ാം സ്ഥാനത്തുള്ള ഡയസ് റേ എന്ന് പറയുന്ന നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ. അതും ഈ പറഞ്ഞ പോലെ വന്ന് വളരെ സൈലൻ്റ് ആയിട്ട് വന്നു. അത് നമുക്ക് രാജ്യം ഭയങ്കര വലിയ പ്രൊമോഷനോ ഒന്നും ഇവർ ചെയ്തിരുന്നില്ല, പക്ഷേ ആ സിനിമയും നല്ല കളക്ഷൻ ആയിരുന്നു. പിന്നെ ആലപ്പുഴ ജിങ്കാന, അത് നസ്ലിന് ഭയങ്കര ബൂസ്റ്റ് കിട്ടിയ പടമാണ്. നസ്ലിൻ മാത്രമല്ല, നമുക്കറിയാം സന്ദീപ് എന്ന് പറഞ്ഞ നടൻ, കുറേ പേര് ഒക്കെ ആ സിനിമ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം സത്യൻ അന്തിക്കാട് മോഹൻലാൽ ഒരു ബ്രേക്കിന് ശേഷം അവർ ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു പടം. അതെന്തായാലും അതിൻ്റെതായ ഒരു ഓഡിയൻസിനെ പ്രതീക്ഷിച്ചിരുന്നു. നമുക്കറിയാം അതേപോലെ തന്നെ ആ പടം കളക്ട് ചെയ്തു. വേൾഡ് വൈഡും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 75 കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ ഇതിപ്പോൾ ഇത് എക്സാക്ട് കളക്ഷൻ ഇല്ല, എൻ്റെ ഒരു ഓപ്ഷനാണ്. കേരള ബോക്സ് ഓഫീസിൽ ഒരു 40 കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇതേപോലെ തന്നെ കുഞ്ചാക്കോവിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. നമുക്കറിയാം ഇടയ്ക്ക് കുഞ്ചാക്കോ നായാട്ടൊക്കെ പോലത്തെ സിനിമകളിലൊക്കെ നമുക്ക് ആ ഒരു ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. പക്ഷേ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുഞ്ചാക്കോൻ്റെ ക്യാരക്ടറായിരുന്നു. അത്യാവശ്യം തിയേറ്ററിൽ ഓഡിയൻസൊക്കെ കണ്ട് അത്യാവശ്യം റിപ്പീറ്റ് ഓഡിയൻസ് വരെ വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നന്നായി എടുത്തൊരു സിനിമ തന്നെയായിരുന്നു അത്. പിന്നെ രേഖാചിത്രമാണ് ശരിക്കും ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ്. ശരിക്കും രേഖാചിത്രമായിരുന്നു. ഇവർ ഈ വർഷം തുടങ്ങി ആദ്യത്തെ കുറച്ച് 3 മാസങ്ങളിൽ ഇവരൊരു കണക്ക് വിട്ടതിൽ ഇവർ അന്ന് പറഞ്ഞിരുന്നു തിയേറ്ററിക്കലി കളക്ട് ചെയ്ത ലാഭമായ ഒരു സിനിമ അന്ന് രേഖാചിത്രമാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. കാരണം രേഖാചിത്രത്തെക്കുറിച്ച് പിന്നീട് കുറേ ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് 8-8.5 കോടി എന്താണ് ആ സിനിമയുടെ ബഡ്ജറ്റ്. ശരിക്കും ആ സിനിമ ഏകദേശം ഒരു 60 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ട് 100 പരം ലൊക്കേഷൻസ് ഉണ്ട്. അത് അത്ര ലൊക്കേഷൻ ഷിഫ്റ്റ് വന്നിട്ട് കൂടിയും ഇവർ ഈ 60 ദിവസം കൊണ്ട് തീർത്തു. ബഡ്ജറ്റ് കുറച്ച് ചെയ്തു. അതിൻ്റെ ഡയറക്ടറുടെ ഒരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ വായിച്ചിരുന്നു, എങ്ങനെയാണ് അവരത് പ്ലാൻ ചെയ്ത സിനിമ ചെയ്തത്. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു സിനിമയും കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ആ കാതോരത്തിൻ്റെ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തായാലും ഈ പറയുന്ന ഒരു 8 സിനിമകളും ഓഡിയൻസിനെ ശരിക്ക് പല രീതിയിൽ അട്രാക്ട് ചെയ്തു. ചിലത് ഫാമിലി ഓഡിയൻസിനെ, ചിലത് യൂത്തിനെ, ചിലത് ഇപ്പോൾ തുടരുമൊക്കെ ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ ഓഡിയൻസിനെയും അട്രാക്ട് ചെയ്ത സിനിമ തന്നെയാണ്.